ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ക്രാഷ് 2024 എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഒരു ക്രാഷ് വരുമോ? അത് വരുമെങ്കിൽ തന്നെ എത്ര ഗ്രാവിറ്റിയിലായിരിക്കും വരുന്നത്? എത്ര നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ഫോൾ ആയിരിക്കും? ഇതൊന്നും തന്നെ ആർക്കും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിന് എന്തുകൊണ്ടാണ് ഒരു ഹയർ പോസിബിലിറ്റി ഉള്ളത്? അല്ലെങ്കിൽ ഇത് നടക്കാനുള്ള ചാൻസ് എത്ര കണ്ട് കൂടുതലാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ 2019 നടക്കാതെ പോയ ആ ക്രാഷിൻ്റെ അന്ന് മാർക്കറ്റ് തള്ളിവെച്ച അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ കാരണം കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ട ആ ഒരു ക്രാഷ് എങ്ങനെ 2024 വന്ന് നിൽക്കുന്നു എന്നെല്ലാം തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് 2019 നടന്ന കഥയെക്കുറിച്ച് സംസാരിക്കാനാണ്. പക്ഷേ ഈ വീഡിയോയിലാണ് നമ്മൾ ആക്ച്വലി 2024 ഇന്ന് എന്താണ് മാർക്കറ്റിൻ്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇതൊരു ക്രാഷിലോട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോർമലി നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിൽ വയ്ക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഞാൻ എത്ര കണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിയാലും ഇതിൻ്റെ അകത്തൊക്കെ തന്നെ കുറച്ചൊക്കെ ജാർഗൺസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോയുടെ ലാസ്റ്റ് വരെ ഒപ്പം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ മാക്സിമം ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേ കണക്ക് തന്നെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമൻറ്റ് വഴിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 2024 എന്തുകൊണ്ടൊരു ക്രാഷ് വരുമോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു 2019 എങ്ങനെയാണ് ഒരു ക്രാഷ് വരാതെ പോയതെന്ന്. ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് നമ്മുടെ എമർജ് ചെയ്ത് വന്നതുകൊണ്ടും ആ ലിക്വിഡിറ്റി ക്രൈസിസിന് അവർ കൃത്യ ടൈമിൽ തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റിയതും കൊണ്ടാണ് അവിടെ ഒരു ക്രാഷ് വരാതെ പോയത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് ആ രീതിയിലുള്ളൊരു ലിക്വിഡിറ്റി ക്രൈസിസ് എമർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് വരുമ്പോഴത്തേക്കും അന്ന് ചെയ്തതുപോലെ അവർക്ക് എന്തുകൊണ്ട് മണി പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റത്തില്ല? കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. 2022 ജൂണിലെ പീക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോഴും 40 വർഷത്തെ ഹയസ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റിലാണ് നിന്നത്. ഏകദേശം 9.1 ടൈംസ് ഇൻഫ്ലേഷൻ റേറ്റിലാണ് നമ്മൾ നിന്നത്. അതിനുശേഷം നമ്മൾ ഇന്ന് വരെ ഗ്ലോബലി കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റ് ഹൈക്കുകൾക്കാണ് നമ്മുടെ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് എസ്പെഷ്യലി മാർക്കറ്റ് ഒരു ഡൗൺഫോളിലോട്ട് പോയത്. 2022 ഒരു ഹാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗണിലോട്ട് പോകാനുണ്ടായിരുന്ന മേജർ റീസൺസിലൊന്ന് ആ രീതിയിലൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഹൈക്ക് വന്നതായിരുന്നു. പക്ഷേ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് അത് അത്ര കണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന റീറ്റെയിൽ മണിയുടെ ഒരു ഹൈ പമ്പിങ് ആയിരുന്നു. അല്ലെങ്കിൽ റീറ്റെയിൽ മണി എത്ര കണ്ട് പമ്പ് ചെയ്ത് വരുന്നോ അതിനനുസരിച്ചിട്ട് ബാക്കി FII കാര്യങ്ങളൊക്കെ വിറ്റുകൊണ്ടിരുന്നു. അവർക്കതൊരു എക്സിറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിലും 2022 2023 ടൈം ഫ്രെയിമിൻ്റെ അകത്ത് അത്രാണ്ട് റിട്ടേൺസ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. 2023 തൊട്ടാണ് ആക്ച്വലി, അതായത് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് 2023 നമ്മുടെ ഇവിടെ റിട്ടേൺസ് സ്റ്റോക്ക് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഫേവറേറ്റ് കൗണ്ടേഴ്സിലാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് വന്നിരിക്കുന്നത്. കാരണം റീറ്റെയിലേഴ്സ് കൂടുതൽ സ്റ്റോക്കുകൾ എവിടെയാണോ ഹോൾഡ് ചെയ്യുന്നത് ആ ടൈപ്പ് സ്റ്റോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിട്ടേൺസ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത് അല്ല സൈക്കിളുകളെ നിയന്ത്രിക്കുന്നത് ഒബിയസ്ലി ബിഗീസിൻ്റെ മണിയാണ്, FIIയുടെ മണിയാണ് സൈക്കിളുകളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലോബലി നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കണം. 2019 അകത്ത് നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് ഓവർ നൈറ്റ് പോയപ്പോഴത്തേക്കും ആ സ്റ്റോറി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാത്തത്. മാത്രമല്ല അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും. ആ പ്ലേലിസ്റ്റിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആണ് നമ്മുടെ ഗ്ലോബലി ഉള്ള മാർക്കറ്റിൻ്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. മാക്സിമം നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റിനകത്തുള്ള എല്ലാ വീഡിയോസും കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് തന്നെ തിരിച്ചു വരാം. ഗ്ലോബലി ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് ഓവർനൈറ്റ് 2019 മാർക്കറ്റുകൾക്ക് പോകാൻ പറ്റിയതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇല്ലായിരുന്നുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ രീതിയിലല്ല. ഇൻഫ്ലേഷൻ അതിൻ്റെ പീക്കിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂൺ 2022 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി ടൈറ്റനിങ് ജൂൺ 2022 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് ഒന്ന് എന്താ പറയുക അതിനൊന്ന് തിരുത്തിക്കുകയാണ്. ഓക്കെ, എനിവേ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് ആണ് 2022 ജൂണിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ എന്താ പറയുക ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിൽ തന്നെ നിന്ന് പോകാൻ നേരത്ത് ഒരു സമയത്താണ് സിലിക്കൺ വാലി ബാങ്കിൻ്റെ കൊളാപ്സ് വരുന്നത്. സിലിക്കൺ വാലി
ബാങ്കിൻ്റെ കൊളാപ്സ് വന്നപ്പോഴത്തേക്കും കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് പോകേണ്ടി വരുന്നു. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങും ടൈറ്റനിങ്ങും എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാർക്കറ്റിൻ്റെ അകത്തുനിന്നുള്ള ലിക്വിഡിറ്റി സക്കിൻ ചെയ്യുന്ന റേറ്റിൽ കുറവും കൂടുതലും വരുന്നതാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങും ടൈറ്റനിങ്ങും എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പൈസ മാർക്കറ്റിൻ്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ എക്കണോമിക്കകത്തുനിന്നോ ഗവൺമെൻറ് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ടൈറ്റനിങ് എന്നും, കൂടുതൽ പൈസ വലിച്ചെടുക്കുന്നില്ല മാർക്കറ്റിൻ്റെ അകത്തുകൊണ്ട് മണി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ മാക്സിമം സിമ്പിൾ ലാംഗ്വേജിലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, എൻ്റെ പക്ഷേ ഈ സിലിക്കൺ വാലി ബാങ്കിൻ്റെ കൊളാപ്സ് കാരണം കുറച്ച് നാളത്തേക്ക് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് പോയിരുന്നെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിലോട്ട് നമ്മൾ തിരിച്ചു വരികയുണ്ടായി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള വളരെ ഹ്യൂജ് ആയിട്ടുള്ള നമ്മുടെ ഇൻഫ്ലേഷൻ തന്നെയായിരുന്നു. കാരണം ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യപ്പെട്ടില്ലെങ്കിൽ രാജ്യങ്ങളെല്ലാം കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അത് കൊളാപ്സ് ചെയ്യാനുള്ള, എക്കണോമിക് കൊളാപ്സ് ചെയ്യാനുള്ള മറ്റുള്ള റീസണായിട്ട് എമർജ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് US എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ അവർ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിലോട്ട് അവർക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം കൂടുതൽ ബോണ്ടുകൾ ഇത് ചെയ്യേണ്ടി വരും, ഇഷ്യൂ ചെയ്യേണ്ടി വരും. കൂടുതൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഡെപ്റ്റ് സീലിംഗ് ലെവലിൽ എത്തുന്നതായിരിക്കും. എന്താണ് ഡെപ്റ്റ് സീലിംഗ് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. എനിവേ 2023 ജൂൺ ആയപ്പോഴത്തേക്കും നമ്മൾ ഡെറ്റ് സീലിംഗ് ലെവലിലോട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ബോണ്ടുകൾ റൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരികയും ഗവൺമെൻറ് ഒരുമിച്ച് പാർലമെൻറ്റ് കൂടി തീരുമാനിക്കുന്നു കൂടുതൽ ഡെറ്റ് സീലിംഗ് ലെവൽ കുറച്ചുകൂടെ ഹയർ ലെവലിലോട്ട് എത്തിക്കണമെന്നുള്ള രീതിയിൽ അവർ ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി എത്രയാണോ നമ്മുടെ ഇവിടെ നിന്ന് മാർക്കറ്റിൻ്റെ അകത്തുണ്ട് അവർ ലിക്വിഡിറ്റി സക്കിൻ ചെയ്തുകൊണ്ടിരുന്നത്, അവർ ഓൾമോസ്റ്റ് ഒരു $95 ബില്യൺ പെർ മന്ത് ആണ് അവർ ലിക്വിഡിറ്റി സക്കിൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഡെറ്റ് സീലിംഗ് ലെവലിൻ്റെ റീറൈറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇത് മാറ്റി പുനഃക്രമീകരിച്ചതിന് ശേഷം അവർ ഏകദേശം 100 ബില്യൻ്റെ അഡീഷണൽ പെർ മന്ത് ലിക്വിഡിറ്റി സെക്കൻഡ്സിലൂടെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പെർ മന്ത് ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഔട്ട് ആയിക്കൊണ്ടിരുന്നത് ഓൾമോസ്റ്റ് $195 ബില്യൺ പെർ മന്ത് ആണ്. അപ്പോൾ ഇത്ര കണ്ട് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് പൈസ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പൈസ പൊയ്ക്കൊണ്ടിരുന്നിട്ടും നമ്മുടെ മാർക്കറ്റുകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അപ് ട്രെൻഡിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാർക്കറ്റുകൾ ഇത്ര കണ്ട് പൈസ മാർക്കറ്റിൻ്റെ അകത്ത് നിന്ന് ഔട്ടായി പോയിട്ടുണ്ടിരുന്നിട്ടും മാർക്കറ്റ് അപ് ട്രെൻഡിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്? നമ്മൾ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ മാർക്കറ്റിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് ഇത്ര കണ്ട് വലിയൊരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നടന്നിട്ടും നമ്മുടെ മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൊറോണ ടൈമിലോട്ട് ഒന്നുകൂടെ പിറകോട്ട് പോകേണ്ടി വരും. കൊറോണ സമയത്ത് നമ്മൾ ഒന്ന് പോവുക. കൊറോണ സമയത്ത് എന്താണ് US മാർക്കറ്റിൻ്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്? അവിടെ എക്കണോമിയിൽ നോക്കുകയാണെങ്കിൽ ആൾക്കാർക്കൊന്നും തന്നെ ജോലിയില്ല, എല്ലാ കാര്യങ്ങളും ഒരു ലോക്ക്ഡൗൺ സിനാരിയോയിലോട്ട് പോവുകയായിരുന്നു. നമ്മുടെ ഇന്ത്യ പോലെ അല്ലായിരുന്നു US-ൻ്റെ അകത്ത് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് പൈസ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ഒരു സിനാരിയോയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഒന്നും നോക്കുന്നില്ല, എല്ലാ സിറ്റിസൺസിനും ഇത്ര $1 വെച്ചിട്ട് ഇത്ര $1000 വെച്ചിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഫ്രീ ആയിട്ട് മണി ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടിരുന്നു. ബാങ്ക് അക്കൗണ്ടിലോട്ട് ഫ്രീ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇത് സാധാരണക്കാരെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പക്ഷേ രണ്ടാമത്തെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാങ്കുകൾക്ക് വളരെ ഫ്രീ ആയിട്ട് മണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു ബാങ്ക് ഒരു ഡെപ്പോസിറ്റ് എങ്ങനെയാണ് അട്രാക്ട് ചെയ്ത് വരുത്തുന്നത്? അവർക്ക് ഒരു പൈസ ഒരു ലോൺ കൊടുക്കണമെങ്കിൽ അവരുടെ ഓബിയസ്ലി ക്യാപിറ്റൽ വേണമല്ലോ. അവരെങ്ങനെയാണ് ആ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത്? അവർ സേവിങ്സ് അക്കൗണ്ടും അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്, ബോണ്ട് കാര്യങ്ങളൊക്കെ വഴിയിട്ടാണ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഒരു രീതിയിലുള്ള കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് US ബാങ്കുകളുടെ കയ്യിലോട്ട് ക്യാഷ് സേവിങ്സ് അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ക്യാഷ് വരാൻ നേരത്ത് US ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവരെന്താണ് ചെയ്യുന്നത്, അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അക്വിസിഷൻ ആയിട്ടാണ് അവർ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇനി ഇൻട്രസ്റ്റ് ആയിട്ട് തരുന്നതല്ല, കാരണം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ രീതിയിൽ ഓപ്പൺലി പബ്ലിക്കലി പറയത്തില്ല, പക്ഷേ ഒബ്വിയസ്ലി അവർ ചിന്തിക്കുന്ന ആ രീതിയിലാണ്. ഫ്രീ ആയിട്ട് പൈസ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതിന് അവർ പൈസ കൊടുത്ത് അതിന് ഇൻട്രസ്റ്റ് കൊടുത്ത് അക്യുമുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് കൊടുക്കാതെ തന്നെ അവർക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ആ രീതിയിൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊണ്ടുപോവുകയും ഇൻട്രസ്റ്റ് റേറ്റ് വെർച്വലി 0 എന്നുള്ള രീതിയിലോട്ട് പോവുകയും ഇൻട്രസ്റ്റ് റേറ്റ് നെഗറ്റീവിലോട്ട് പോകാനുള്ള ചാൻസുകളും അവിടെ ആ സമയത്തുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് നെഗറ്റീവിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് ലോങ് ടൈമിൽ നോക്കുമ്പോഴത്തേക്കും അതൊരു ഡീഫ്ലേഷൻ കണക്ക് സിനാരിയോയിലോട്ട് എമർജ് ചെയ്ത് വരാനുള്ള ചാൻസ് കൂടി വരും. അത് മറ്റൊരു എക്കണോമിക് പ്രോബ്ലത്തിലോട്ട് വഴിവെക്കുന്നതായിരിക്കും. ആക്ച്വലി ഇതെല്ലാം തന്നെ എല്ലാം പ്രോബ്ലമാണ് സംഭവം സത്യം പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് എല്ലാം പ്രോബ്ലം എന്ന് പറയുന്നത്? കാരണം നമ്മളിവിടെ ഒരു ബാർട്ടർ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പ്രഷ്യസ് മെറ്റലായിട്ടുള്ള ഗോൾഡിൻ്റെ ക്രയവിക്രയത്തിലോ അല്ല നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അന്ധവിശ്വാസമായിട്ടുള്ള മണി
അതായത് പൈസ, കറൻസി എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് നമ്മളെ രാജ്യങ്ങളെല്ലാം തന്നെ നിലനിന്ന് പോകുന്നത്. അതായത് ഇന്ന് നമ്മൾ 100 രൂപയുടെ ഒരു നോട്ട് കാണുന്നു. ആ 100 രൂപയുടെ നോട്ടിന് നിങ്ങൾ 100 രൂപ വിലയുണ്ടെന്ന് പറയുന്നു, ഞാനും 100 രൂപ വിലയുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ അതിന് 100 രൂപയുടെ വിലയുള്ളൂ. ഇല്ലെങ്കിൽ അത് വെറും പേപ്പർ കഷ്ണം മാത്രമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പേപ്പർ കറൻസി വെച്ചിട്ട് ഇത്ര വലിയൊരു എക്കണോമിനെ റൺ ചെയ്തുകൊണ്ട് പോകുന്നതിലുള്ള ഡിഫിക്കൽട്ടീസാണ് നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ. അപ്പം ഈ രീതിയിൽ യു എസിൻ്റെ അകത്ത് ഫാസ്റ്റായിട്ട് മണി ബാങ്കുകളുടെ അകത്തോട്ട് വരുന്നു, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് മണി വരുന്നു. അവിടെ ഒരു നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിലോട്ട് ബാങ്കുകൾ പോകാനുള്ള ഒരു സിനാരിയോയിലോട്ട് വന്നപ്പോഴത്തേക്കും യു എസിൻ്റെ ഫെഡിൻ്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവരാണെങ്കിൽ റിവേഴ്സ് റെപ്പോ RRP റേറ്റുകൾ ഹൈക്ക് ചെയ്യുന്നു. എന്താണ് റിവേഴ്സ് റെപ്പോ എന്ന് പറയുന്നത്? അതായത് ബാങ്കുകളുടെ അകത്തോ അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിലൊക്കെ കൂടുതൽ പൈസ വരുമ്പോഴത്തേക്കും അവർക്കത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് ഈ റിവേഴ്സ് റെപ്പോനെ കണക്കാക്കാം. ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്, ഇതൊന്നും ഇങ്ങനെ നല്ല ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവർ റിവേഴ്സ് റെപ്പോ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പതുക്കെ ഹൈക്ക് ചെയ്ത് നിർത്തുന്നു. ബാങ്ക് എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത് അതിനെക്കാട്ടിയും ഹൈക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടിയും ഹൈയിലോട്ട് അവർ ഈ RRP റേറ്റിനെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. RRP റേറ്റ് ഹൈ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവർ കൂടുതൽ പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു. അല്ലാതെ ബാങ്കുകളുടെ അകത്ത് തന്നെ ഇത് വയ്ക്കാതെ, അല്ലെങ്കിൽ ബാങ്കുകളുടെ ഉള്ള പൈസ പോലും ബാങ്കുകളും എന്ത് ചെയ്യുന്നു, അവർ RRPയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ വെർച്വലി സീറോ ബാലൻസിലായിരുന്ന RRP ഫെസിലിറ്റിയിലോട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഓൾമോസ്റ്റ് ഒരു ജൂൺ 2022 ആകുമ്പോഴത്തേക്കും $2.37 ട്രില്യൺ ഒരു എന്താ പറയുക, ഒരു ബാലൻസ് ഉള്ള ഒരു ഫണ്ടായിട്ട് ഈ RRP ഫെസിലിറ്റീസ് മാറുകയായിരുന്നു. അതായത് വെർച്വലി സീറോയിൽ നിന്നുകൊണ്ട് $2.37 ട്രില്യൺ ആണ് പറയുന്നത്, $1 ട്രില്യൺ ഒരു ക്യാപിറ്റലുള്ള ഒരു ഫണ്ടായിട്ട് അത് മാറുകയുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് 2022 ജൂണൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിലോട്ട് പോകുന്നത്. 2020 കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിൽ ഈ ഹെലികോപ്റ്റർ മണി എന്നുള്ള രീതിയിൽ ചുമ്മാ പൈസ പ്രിൻറ്റ് ചെയ്ത് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കുന്നു. ആ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പൈസയ്ക്ക് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു. അങ്ങനെ വരാൻ നേരത്ത് US ഈ ഒരു RRP ഫെസിലിറ്റിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നു, അവിടോട്ട് പൈസ ഫ്ലോ ചെയ്യുന്നു. പൈസ അവിടെ $2.37 ട്രില്യൺ എത്തുന്നു. അതിനുശേഷം എന്ത് വരുന്നു, ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് വരുന്നു. എന്തുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കൊണ്ടുവരേണ്ടി വരുന്നു? കാരണം ഇൻഫ്ലേഷൻ വളരെയധികം ഹൈ ആയിട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു 9.1%, 40 വർഷത്തെ ഹയസ്റ്റ് ഇൻഫ്ലേഷൻ ലെവലിലോട്ട് വരികയുണ്ടായി. അങ്ങനെ വളരെയധികം ഹൈ ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് വരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇവർ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കൊണ്ടുവരുന്നത്? വളരെയധികം ഫാസ്റ്റായിട്ട് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നു. ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നു. ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ നേരം നമ്മൾ ഓൾറെഡി തന്നെ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. US അകത്തുള്ള ബോണ്ട് എന്ന് പറയുന്നത് വെർച്വലി സീറോ റിസ്ക് ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് അസറ്റായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സംഭവമാണ് US ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ US ബോണ്ടിന് വെർച്വലി അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡാണുള്ളത്. എത്ര ബോണ്ട് കൊണ്ടുവന്നാലും അത് സക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നടക്കാൻ നേരത്ത് ഈ ഒരു RRP ഫെസിലിറ്റിയിലുണ്ടായിരുന്ന പൈസയായിരുന്നു ആക്ച്വലി ബോണ്ടുകളിലോട്ട് ഒഴുകിക്കൊണ്ടിരുന്നത്. അതല്ലാതെ ഇക്വിറ്റി മാർക്കറ്റിലുണ്ടായിരുന്ന പൈസയോ അതല്ലെങ്കിൽ മറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്സിലുണ്ടായിരുന്ന പൈസയോ അല്ല ഈ ഒരു ബോണ്ട് വെച്ചിട്ട് അവർ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ അതുകൊണ്ടാണ് പൈസ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിൽ നിന്ന് ഔട്ട് ചെയ്ത് പോകാത്തത് കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റുകൾ ഇപ്പോഴും ഹൈയിൽ തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര കണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈയിലോട്ട് പോയിട്ടും, അല്ലെങ്കിൽ ഇത്ര കണ്ട് ബോണ്ടുകൾ വെച്ചിട്ട് ബോണ്ട് ഇഷ്യൂ നടത്തിക്കൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിന് വേണ്ടി ശ്രമിച്ചിട്ട് നമ്മുടെ മാർക്കറ്റുകൾ ഇടിയാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഈ പൈസ എല്ലാം തന്നെ പോയത് എവിടെ നിന്നാണ്? ഇത് RRP ഫെസിലിറ്റിയിൽ നിന്നാണ് പോയത്. RRP ഫെസിലിറ്റിയുടെ ബാലൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 സ്റ്റാർട്ടിങ് വെച്ച് നോക്കാൻ നേരത്ത് ഏകദേശം $1.9 ട്രില്യൺ ഔട്ട്ഫ്ലോ ആണ് അവിടെ സംഭവിച്ചത്. അവിടെ നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസ്ക്, അത് ഗ്ലോബൽ അസറ്റുകൾക്കെല്ലാം തന്നെ വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തത് ഈ ഒരു RRP ഫെസിലിറ്റി ആയിരുന്നു. മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ ഒരു മണി ഔട്ട്ഫ്ലോ, അല്ലെങ്കിൽ മണി അവർ സക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓൾമോസ്റ്റ് $200 ബില്യൺ പെർ മന്തിലായിരുന്നു US മണി സക്കിൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് വേണ്ടിയിട്ടെല്ലാം ഉള്ള ലിക്വിഡിറ്റി RRP ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. US ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഇൻട്രസ്റ്റ് റേറ്റ്, RRP ഫെസിലിറ്റി വഴിയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്
അത് ബോണ്ടിനെക്കാട്ടിയും വളരെ ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. മീൻസ് എന്ന് വെച്ചാൽ ബോണ്ട് ആദ്യം എന്താണ് ചെയ്തത്, ആദ്യം അവർ ബാങ്ക് എത്രയാണോ കൊടുത്തത് അതിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ എവിടെ കൊടുത്തു, RRP ഫെസിലിറ്റി കൊടുത്തു. അപ്പം പൈസ RRP ഫെസിലിറ്റിയോട്ട് ഫ്ലോ ചെയ്തു. അതിനുശേഷം RRP ഫെസിലിറ്റിയിൽ നിന്ന് പൈസ ഇവിടെ നിന്ന് ഔട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ബോണ്ടിൽ എന്ത് ചെയ്യുന്നു, ബോണ്ട് അതിനെക്കാട്ടിയും കുറച്ചുകൂടെ കൂടിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 0.something% ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വ്യത്യാസങ്ങളെ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ അതിലൂടെയാണ് ഇത്ര കണ്ട് വലിയൊരു മണി ഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാരണം നമ്മുടെ മാർക്കറ്റുകൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. RRP ഫെസിലിറ്റിയുടെ ബാലൻസ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 ഏപ്രിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു $2.37 ട്രില്യൺ നിന്ന് ഇപ്പം നമ്മൾ നോക്കാൻ നേരത്ത് 243 ബില്യണിലോട്ട് അത് ചുരുങ്ങിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് 90% ഡ്രോപ്പ് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് ഈ രീതിയിൽ തന്നെ മണിയുടെ സക്കിൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള $195 ബില്യൺ ഔട്ട്ഫ്ലോ ഒക്കെ വെച്ചിട്ട് ഇനി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇത് 2 മാസത്തിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ള പൈസ മൊത്തം തീരുന്നതായിരിക്കും. 2 മാസത്തിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ള പൈസ മൊത്തം തീരുകയാണെങ്കിൽ, നമ്മൾ ഇതിന് മുമ്പ് ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ ഒരു റെപ്പോ മാർക്കറ്റിൻ്റെ അകത്തൊരു ക്രൈസിസിലോട്ട് അത് ലീഡ് ചെയ്യുന്നതായിരിക്കും. റെപ്പോ മാർക്കറ്റിൻ്റെ അകത്ത് ക്രൈസിസ് ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബലി ലിക്വിഡിറ്റിക്കകത്തൊരു ക്രൈസിസ് വരുന്നതായിരിക്കും. ലിക്വിഡിറ്റിക്കകത്ത് ക്രൈസിസ് വരികയാണെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ സോഫ്റ്റ് ലാൻഡിങ്ങും കാര്യങ്ങളൊന്നും തന്നെ നടക്കത്തില്ല. മാർക്കറ്റുകളെല്ലാം തന്നെ കൊളാപ്സ് ചെയ്യുന്നതായിരിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ക്രാഷ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഏകദേശം നമുക്കറിയാമെന്നുള്ളതുപോലെ തന്നെ US മാർക്കറ്റിലും അവിടെയുള്ള ഒഫീഷ്യൽസിലും കാര്യങ്ങൾക്കും എല്ലാം തന്നെ ഫെഡിലും ഉള്ള എല്ലാവർക്കും തന്നെ ഇതൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവരിപ്പം നേരത്തെ വന്നുകൊണ്ടിരുന്ന അതേ സ്പീഡിലല്ല ലിക്വിഡിറ്റി സക്കിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന 195-200 ബില്യൺ അവർ പെർ മന്ത് ഇപ്പോൾ എടുക്കുന്നില്ല. അവർ പതുക്കെ ആ റേറ്റുകൾ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അവരൊരു സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ പോയാലും ഇൻഫ്ലേഷൻ കുറയാതെ ഒരു രക്ഷയില്ല. കാരണം ഇൻഫ്ലേഷൻ കുറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഈ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഹൈറ്റ് വെച്ചിട്ട് പിന്നെ അവർ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ വളരെയധികം ഹൈക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഫ്ലേഷൻ അങ്ങനെ ഹൈക്ക് ആവുകയാണെങ്കിൽ നമുക്കറിയാം ഇൻഫ്ലേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9%-ലൊന്നും നിൽക്കത്തില്ല. ഇനി അതല്ലെങ്കിൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിലിക്കൺ വാലി ബാങ്കിൻ്റെ കൊളാപ്സ് ഒക്കെ നടന്ന സമയത്ത് കുറച്ച് നാളത്തേക്ക് അവർ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് പോയിട്ട് എഗെയിൻ അവർ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റിങ്ങിൽ തന്നെ അത് റിസ്യൂം ചെയ്തു വന്നായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് പോസ് എടുക്കും, ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യും. അങ്ങനെയൊക്കെ അവരുടെ സ്ട്രാറ്റജീസ് മാറ്റിയും തിരിച്ചുമൊക്കെ ചെയ്ത് വേണമെങ്കിൽ അവർക്ക് കൊണ്ടുവരാമെന്നുള്ളതുള്ളൂ. അതെങ്ങനെയാണ് അവർ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതെല്ലാം തന്നെ ഒരു വലിയൊരു അൺസർട്ടനിറ്റി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിൻ്റെ അകത്ത് നിൽക്കുന്നത്. US-ൻ്റെ അകത്തുള്ള ഈ ഒരു വലിയൊരു ഇഷ്യൂവിനെ എക്കണോമിസ്റ്റുകൾ വളരെയധികം നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഇത്ര കണ്ട് വലിയൊരു ഡെപ്റ്റിലോട്ടും കാര്യങ്ങളിലോട്ടും US പോകുന്നതും മാത്രമല്ല, ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം അവരുടെ മുന്നിൽ എമർജ് ചെയ്ത് വരുന്നതൊക്കെ തന്നെ ഒരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ടാണ് എക്കണോമിസ്റ്റുകൾ കാണുന്നത്. കാരണം അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ RRP ഫെസിലിറ്റി ഇനഫായിട്ടുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും RRP ഫെസിലിറ്റിക്കകത്തുള്ള ലിക്വിഡിറ്റി മൊത്തം തീരും. പിന്നീടും അവർ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റിങ് തന്നെ തുടങ്ങുകയാണെങ്കിൽ ബാങ്കുകളിൽ നിന്ന് ഈ പൈസ പോകേണ്ടി വരും. ബാങ്കുകളിൽ നിന്ന് പൈസ പോകുമ്പോഴത്തേക്കും ഓബിയസ്ലി അത് മറ്റ് അസറ്റ് ക്ലാസ്സുകളിനെ അത് ബാധിക്കാൻ തുടങ്ങും. നമ്മുടെ ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ അത് ബാധിക്കാൻ തുടങ്ങും. ഇവിടെ ഒട്ട് പൈസ വരാതെയുള്ള ഒരു സിനാരിയോ വരുന്നതായിരിക്കും. കമ്പനികൾ എത്ര കണ്ട് നല്ല റിസൾട്ട് തന്നാലും ഓബിയസ്ലി സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നതായിരിക്കും. മാത്രമല്ല ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ കുറയുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ട് കമ്പനികൾക്കും ബിസിനസ്സുകൾക്കും കാര്യങ്ങൾക്കും വളരാൻ പറ്റാതെ അവരുടെ എന്താ പറയുക പ്രോഫിറ്റിൻ്റെ അകത്ത് നമുക്ക് ഡ്രോപ്പ് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആക്ച്വലി US മാർക്കറ്റിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ. ഇതിനെയാണ് നമ്മൾ ഒരു 2024 ക്രാഷ് ആവുമോ ഇല്ലയോ എന്ന് നമ്മൾ കീൻലി വാച്ച് ചെയ്യേണ്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എമർജ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് ഗ്ലോബലി ഉള്ള മാർക്കറ്റുകളിലും ക്രാഷ് കാണാൻ പറ്റുന്നത്. കാരണം US മാർക്കറ്റ് എന്ന് പറയുന്നത് മദർ മാർക്കറ്റാണ്. അവിടെ ഒരു ക്രാഷ് വരികയാണെങ്കിൽ അത് അവിടെ തൊണ്ട് തീരത്തില്ല, അത് ഗ്ലോബലി എല്ലാ മാർക്കറ്റിലോട്ടും സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതിനൊക്കെ പറ്റിയിട്ട് ഇതിന് മുമ്പ് വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് അതിനെ പറ്റിയിട്ട് ഇനി നമ്മൾ കൂടുതൽ സംസാരിച്ച് സമയം കളഞ്ഞില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേ കണക്ക് തന്നെ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ എല്ലാത്തിനും എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് മാക്സിമം മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ബാക്കി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.